ബിഗ് ബോസ് സീസൺ 7 കുൽസിത പ്രവൃത്തികളോടുകൂടി കടന്നു മുന്നേറിക്കൊണ്ടു പോവുകയാണ്. കോടാനുകോടി ജനങ്ങൾ കാണുന്ന ഒരു പ്രോഗ്രാം വെറും മോശമായ രീതിക്ക് ഓരോ എപ്പിസോഡുകൾ ജനങ്ങളിലേക്ക് എത്തിക്കുകയും ഇപ്പോഴും 50ാമത്തെ എപ്പിസോഡായി. ഈ 50 എപ്പിസോഡിനിടയ്ക്ക് വെച്ചിട്ടും നമ്മുടെ അനുമോൾക്ക് ഒരുപാട് അനുഭവങ്ങൾ അവിടെ ഉണ്ടായി. പറയാൻ പാടില്ലാത്ത വാക്കുകൾ ആ കുട്ടിയെ പറയുകയും ലാലേട്ടൻ കുറ്റപ്പെടുത്തുന്നത് അനുമോളെയാണ്. അനുമോള് വെറുതെ ഒന്നിരുന്നാൽ മതി, വെറുതെ ഇരുന്നാലും ലാലാട്ടൻ എന്നേ പറയാൻ പറ്റും, ലാലാട്ടൻ വന്നിട്ട് ഇങ്ങോട്ട് പറയും, അനുമോൾ എഴുന്നേൽക്കൂ. അതെന്തുകൊണ്ടാണ് അതങ്ങനെ സംഭവിച്ചത്? അക്ബർ എന്തുകൊണ്ടാണ് അങ്ങോട്ട് ഓടിയത്? അല്ലെങ്കിൽ ആര്യൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഞണ്ട് ചാടിക്കളിച്ചത്? പറയൂ അനുമോൾ. ഇതൊക്കെയാണ് ബിഗ് ബോസിൽ നടക്കണത്. ബിഗ് ബോസിന് സത്യം പറഞ്ഞാൽ കണ്ടന്റ് ഇല്ല. ബിഗ് ബോസ് കണ്ടന്റ് ഉണ്ടാക്കുന്നത് അനുമോളെ വെച്ചിട്ടാണ്. ഈ 50 എപ്പിസോഡും അനുമോളെ വെച്ചിട്ട് ബിഗ് ബോസ് കണ്ടന്റ് ഉണ്ടാക്കുകയും ഏഷ്യാനെറ്റ് കണ്ടന്റ് ഉണ്ടാക്കുകയും ഇനിയിപ്പോൾ അനുമോളെ നെഗറ്റീവായി ചിത്രീകരിച്ച് വെളിയിൽ കളയാനുള്ള ഒരു പ്ലാനാണ്. അതിനൊത്ത് ലാലേട്ടനെ അതിനകത്തുനിന്ന് പറഞ്ഞിങ്ങാട്ട് ഇതിനകത്തോട്ട് വിടുന്നതാണല്ലോ. ഓരോ എപ്പിസോഡുകളിലും ഇന്നത് പറയണം എന്ന് പറഞ്ഞുകൊണ്ട് ലാലേട്ടനെയും അതിനകത്ത് ക്ലാസ് എടുത്തു കൊടുത്ത് ഇങ്ങോട്ട് പറയണതാണ്. ഇന്നലത്തെ എപ്പിസോഡിൽ കറക്റ്റ് സത്യം പറയാം, എവിക്ഷൻ ഇന്നലെ നടക്കാനുള്ളതാണ്. അതിൽ ഏറ്റവും കുറഞ്ഞ വോട്ട് റെന ഫാത്തിമയ്ക്ക്, ആര്യനുമാണ് വോട്ട്. ആര്യനെ അവിടെ നിർത്തിയിട്ട് ഒരു ഉപയോഗവും ഇല്ല. ആര്യൻ നിൽക്കണത് എന്തിനാണ്? പെൺപിള്ളേരെ മണ്ടേ കയറാനാണ്. പുതപ്പിനടിയിൽ കുൽസിതങ്ങൾ കാണിക്കുവാനും അതുപോലെ പെൺപിള്ളേരെ മണ്ടയിൽ കയറാനുമാണ്. രാത്രി പെൺപിള്ളേർക്ക് ഉറക്കമില്ല, പെൺപിള്ളേരെ മണ്ടയിൽ കയറാനുമാണ് പിന്നെ ഈ കുന്നംകുളം ആര്യനെ അവിടെ ഇട്ടിരിക്കണത്. വിശേഷിച്ചും ജിസൈൽ അമ്മാവി ആര്യനും കൂടെ ഉണ്ടെങ്കിലേ ബിഗ് ബോസിൻ്റെ കളി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ആര്യനെ ഒരു കാലത്തും ഔട്ടാക്കുമെന്ന് ഈ പ്രേക്ഷകർ വിചാരിക്കേണ്ട. ആര്യന് വോട്ട് കുറവാണ്, പക്ഷേ ആര്യനെ ഔട്ടാക്കൂല. ഇന്നലെ അതുപോലെ ലാലേട്ടൻ വന്നിട്ട് എവിക്ഷൻ നടക്കാനുള്ള ഒരു സമയമാണ്. അപ്പോൾ ലാലേട്ടൻ്റെ ഒരു കളിയാണ് അവിടെ കളിച്ചത്. ലാലേട്ടൻ പറയുന്നുണ്ട്, എല്ലാ പ്രാവശ്യവും ബിഗ് ബോസിനകത്ത് വിഷമങ്ങളും ദുഃഖങ്ങളും അല്ലേ, അതുകൊണ്ട് നമുക്ക് ഇന്ന് ദുഃഖങ്ങളും വിഷമങ്ങളും ഒന്നുമില്ലാതെ നല്ല ചിരിച്ചും കളിച്ചുമുള്ള ഒരു എപ്പിസോഡായിട്ട് പോവാം. എന്നിട്ട് കടങ്കഥകൾ ചോദിക്കുന്നുണ്ട്. വേറെ ഒന്നും ലാലേട്ടന് കിട്ടിയില്ല കേട്ടാ. അതിൽ ഒരുപാട് വിഷയങ്ങൾ കഴിഞ്ഞ ആഴ്ച തന്നെ അവിടെ നടന്ന് നെവിൻ്റെ വിഷയം നടന്നിട്ടുണ്ട്. നെവിനും പിന്നെ ഷാനവാസും തമ്മിലുള്ള ഒരു ഇഷ്യൂ അവിടെ നടന്ന്, അതുപോലെ റെന ഫാത്തിമേരെ മണ്ടയിൽ വൃത്തികെട്ടവും കയറി ഇരുന്ന് വൃത്തികേട് കാണിക്കാൻ പോയതും റെന ഫാത്തിമ വിളിച്ചും കൊണ്ട് ഒരൊറ്റ എഴുന്നേൽക്കൊക്കെ അങ്ങ് എഴുന്നേറ്റ്. ഈ വൃത്തികെട്ടവൻ്റെ കാര്യമൊന്നും എന്തുകൊണ്ട് ചോദിക്കണില്ല? അത് ചോദിച്ചാൽ നാണക്കേട്. ജനങ്ങൾ മൊത്തവും കണ്ടതാണ് ലാലേട്ടാ. എന്തുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്തുകൊണ്ട് ലാലേട്ടൻ ഇതിൽ കാണിക്കുന്നില്ല? അത് കാണിക്കൂല. അതിന് പകരമാണ് കടങ്കഥ ചോദിച്ചത്. കടങ്കഥ എന്തരാണെന്നറിയണ്ടേ? ആദ്യം ഒരു സിനിമ ചോദിച്ചു. ആദ്യമായിട്ട് ഇറങ്ങിയ പടം ഏതാണ്? അനുമോൾ എഴുന്നേൽക്കൂ. ആ കുട്ടി എന്തോ എഴുന്നേറ്റ് നിന്ന് അത് പറഞ്ഞപ്പോഴത്തേക്ക് ഇയാളാ ഈ ലാലേപ്പൻ്റെ നമ്മളെ ഏട്ടൻ്റെ ഒരു വല്ലാത്തൊരു ആക്ഷേപിക്കും കണക്കാ പെൺകുട്ടിയാ. അങ്ങ് അവിടെ ഇരുന്നു. രണ്ടാമത് വീണ്ടും അനുമോൾക്ക് അറിയാമായിരുന്നു. അനുമോളുടെ അടുത്ത് എഴുതിക്കാൻ പറയും മുമ്പ് അനുമോൾ അത് പറഞ്ഞു പോയി. അഥവാ അങ്ങനെ പറഞ്ഞു പോയെങ്കിൽ അത് എന്താണോ അവിടെ സംഭവിക്കാൻ പോകുന്നത്? വേറെ ആരെല്ലാം അവിടെ പറയണം. അതിനൊന്നും ലാളേട്ടനൊന്നും ചോദിക്കണ്ടേ? അക്ബറിനെ വെളുപ്പിക്കാനായിട്ട് ഇപ്പം ലാളേട്ടൻ വന്നിരിപ്പുണ്ടല്ലോ. അക്ബറിനെ ഇപ്പം ഭയങ്കര വെളുപ്പിച്ചങ്ങ് കയ്യിൽ കൊടുക്കാനായിട്ട് ക്യാപ്റ്റനാവാൻ അക്ബറിന് താല്പര്യമുണ്ടോ? അതെന്തുകൊണ്ട് അക്ബറിനെ വെളുപ്പിക്കണ്? പിന്നെ അതിനുശേഷം നമുക്ക് കടങ്കഥകളൊക്കെ പറഞ്ഞ് കളിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് മുറ്റത്തെ ചെപ്പിനടപ്പില്ല പറയൂ, ഞെട്ടില്ല വട്ടയില്ല പറയൂ, കാള കിടക്കും കയറോടും പറയൂ. വൃത്തികെട്ട ഒരു ഇതായിപ്പോയി. ജനങ്ങളെ വിചാരം എന്തോന്നാണ്? അവിടെ നടന്ന ആ പെൺകുട്ടിക്കുണ്ടായ അനുഭവം. റെന ഫാത്തിമാരെ മണ്ടയിൽ പാതിരാത്രിയിൽ അവൻ വലിഞ്ഞു കയറി ആര്യൻ്റെ കാര്യം എടുത്തിടും എന്ന് എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരിതായിരുന്നു. അപ്പോൾ അത് കാണിച്ചാൽ ഏഷ്യാനെറ്റിന് നാണക്കേട്, ലാലേട്ടന് നാണക്കേട്. ഇതാണ് അവിടെ നടന്നത്. പിന്നെ
അത് കഴിഞ്ഞിട്ട് ഷാനവാസിൻ്റെ കാര്യം, നെവിൻ്റെ കാര്യം. നെവിന് വെറുതെയാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കിടക്കണത്. നെവിന് ഒരു കാര്യമില്ല. നെവിൻ എല്ലാവരും മണ്ടയിലും ഇങ്ങനെ ചാടി 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 കയറി വൃത്തിയായിട്ട് നെവിൻ കാണിക്കുമായിരുന്നു. സത്യം പറഞ്ഞ സീസൺ 7 കുൽസിതങ്ങളുടെ ബഹളമാണ്. ആഭാസത്തരം. മര്യാദയുള്ളവരും ഉണ്ട്. അങ്ങനെ കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. അതിൻ്റെ ഇടയിൽ തന്നെ വേറെയൊക്കെ സംഭവങ്ങളുണ്ടായി കേട്ടോ. ഈ അക്ബർ ഉണ്ടല്ലോ, അക്ബർ എന്ന് പറയണ സാധനം പരമനാറി ചെറ്റ പാവാട വള്ളി കൂട്ടത്തോടെ ഇരുന്ന് നുണ പറയണ അക്ബർ ഉണ്ടല്ലോ, അക്ബർ എന്ന് പറയണ നാറി. ഈ നാറി പറയുകയാണ് റെന ഫാത്തിമയും ഷാനവാസും കൂടി ജയിലിൽ പോവാനായിട്ട് അവർ രണ്ടുപേരുമാണ് ജയിലിൽ പോണത്. അപ്പോഴാണ് ഈ നാറി ഇരുന്നുകൊണ്ട് പറയുകയാണ്, റെന ഫാത്തിമ ജയിലിൽ പോയി കഴിഞ്ഞാൽ ജയിലിനകത്ത് വെച്ച് ഷാനവാസ് റെന ഫാത്തിമയെ പ്രഗ്നൻ്റ് ആക്കുമെന്ന്. എടാ വൃത്തികെട്ട പരമനാറി ചെറ്റേ, നിന്നെ എടുത്ത് കളയേണ്ട സമയം കഴിഞ്ഞ്. ഇങ്ങനെ ഉള്ളവന്മാരെയാണ് ഈ ഏഷ്യാനെറ്റിന് ഇഷ്ടം, ലാലേട്ടനും ഇഷ്ടം. ഇങ്ങനെ ഉള്ളവന്മാരെയാണ്, ഇങ്ങനെ പറയണ വൃത്തികെട്ടവന്മാരെ അതിനകത്ത് വെച്ച് പൊറുപ്പിക്കും. അതുകൊണ്ടാണ് ഈ അക്ബറിനെയും പാവാടവള്ളിയായ അക്ബറിനെയും അതുപോലെ കുന്നംകുള ആര്യൻ എന്ന് പറയണ ഞണ്ട് കണക്ക് ചാടി ചാടി സ്ത്രീകളെ മണ്ടയിൽ പാതിരാത്രിയിലും ഒക്കെ ചെന്ന് വലിഞ്ഞഴഞ്ഞ് കയറണ കുന്നംകുള ആര്യനെയൊക്കെ ഇട്ടിരിക്കണത് എന്തുകൊണ്ടാണ്? പ്രേക്ഷകർക്ക് ഇത് കാണാൻ ഭയങ്കര കൊതിയല്ലേ, അതുകൊണ്ടാണ് ഏഷ്യാനെറ്റ് അതിലിട്ടിരിക്കണത്. അതുകൊണ്ടാണ് നമ്മൾ ലാലേട്ടൻ പോലും അവരെ ഒന്നും പറയാത്തതും ഔട്ടാക്കി കളയാത്തതിൻ്റെയൊക്കെ കാരണം അതാണ് കേട്ടാ. കടങ്കഥയും ചോദ്യമൊക്കെ കൊണ്ട് ആ ഒരു എപ്പിസോഡ് അങ്ങ് കഴിഞ്ഞ്. അപ്പം ഇനിയിപ്പോൾ വീണ്ടും വോട്ട് കുറവുള്ള 3-4 പേരുണ്ട്. റെന ഫാത്തിമ, അതിൽ റെന ഫാത്തിമ ഔട്ടായി പോയെന്നാണ് അറിവ്. അതുപോലെ കുന്നംകുളം ആര്യ റെന ഫാത്തിമരെ തൊട്ട് മുന്നിലാണ് നിൽക്കുന്നത്. കണക്കിനാണെങ്കിൽ 2 പേരെ ഔട്ടാക്കണം. എന്തുകൊണ്ട് ലാലേട്ടൻ ഔട്ടാക്കൂല, അതാണ് അവിടുത്തെ വിഷയം. കുന്നംകുളം ആര്യനെ മുമ്പും ഔട്ടാക്കാനുള്ളത് ലാലാട്ടൻ ഔട്ടാക്കി കളയൂല, അതാണ് ലാലേട്ടൻ. അതിനത്രയും അനുവിൻ്റെ മണ്ടയിലാണ് കയറുന്നത്. അനു എല്ലാം കണ്ടുപിടിക്കുകയൊക്കെ ചെയ്യും. ഈ കുന്നംകുളം ആര്യൻ്റെ ഓരോ കാര്യങ്ങളും ജിസൈലിൻ്റെ കാര്യമായിരുന്നാലും എല്ലാം അനു ഏകദേശമൊക്കെ കണ്ടുപിടിക്കും. അതുകൊണ്ടാണ് ഈ അനുവിനെ നെഗറ്റീവായിട്ട് ചിത്രീകരിച്ച് വെളിയിൽ ലാലേട്ടൻ കളയാനുള്ള പ്ലാനാണ് അവിടെ കാണിക്കുന്നത്. ബാക്കിയുള്ളവന്മാരെ ലാലേട്ടൻ വെളുപ്പിക്കാനായിട്ട് ഇങ്ങോട്ട് വരും. ജനങ്ങൾക്കറിയാം കേട്ടാ, മന്ദബുദ്ധികളൊന്നും അല്ല ഈ ജനങ്ങൾ കേട്ടാ. കോടാനുകോടി ജനങ്ങളെ കണ്ടുകൊണ്ടിരിക്കണ ഈ ജനങ്ങൾ മന്ദബുദ്ധികളൊന്നും അല്ല കേട്ടാ. ആര്യൻ ഈ ആഴ്ചത്തെ എവിക്ഷനിൽ പുറത്തായെന്നൊക്കെ പല ചാനലുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആര്യൻ ഇപ്പോൾ പോകേണ്ട ഒരാളല്ല. നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ച് ആര്യൻ സേഫ് ആണ്. എനിക്ക് കിട്ടിയ നമ്പർ ആര്യന് സേഫ് ആക്കും. കാരണമെന്ന് പറഞ്ഞാൽ ജിസൈലിൻ്റെ കൂടെ കളിക്കണ്ടേ, ജിസൈലിൻ്റെ കൂടെ പുതപ്പിൻ്റെ അടിയിലൊക്കെ കളിക്കാൻ ഇനി 50 ദിവസം കിടക്കുകയാണ്. പിന്നെ അതുമല്ല പെൺപിള്ളേരെയൊക്കെ മണ്ടയിലൊക്കെ ചാടി കയറണമെങ്കിലേ യവനെ അവിടെ നിർത്തിയേ പറ്റുള്ളൂ. അതുകൊണ്ട് ലാലേട്ടനും ഏഷ്യാനെറ്റും അവിടെ നിർത്തും. കുൽസിത പ്രവൃത്തികൾ ജനങ്ങളെ കാണിക്കണ്ടേ, ജനങ്ങളിത് കാണാനല്ലേ ഇരിക്കണത്, ഇങ്ങനെയുള്ള കുൽസിത പ്രവൃത്തികൾ. നമുക്ക് കേൾക്കാൻ ബാക്കി. ഒരു ഗെയിം വഴിയാണ് ഇത്തവണത്തെ എവിക്ഷൻ. അത് നടത്താൻ അനുമോളെയാണ് വിളിക്കുന്നത്. അനുമോൾ ആ മാലയെടുത്ത് ആദിലയുടെ അടുത്തെത്തി. ശരിക്കും അനുമോളടുത്താണ് പറഞ്ഞത്. എല്ലാം ഒരു അനുമോള് കിടപ്പുണ്ടല്ല. അനുമോളടുത്ത് പറയുന്നു ഈ മാല കൊണ്ടുവന്ന് ഒരു നമ്പർ 1 എന്നും പറഞ്ഞൊരു ഇത് എടുത്തിട്ടുണ്ട്. അപ്പം ആദിലേര വരിക്ക് അവരെ നിർത്തിയിട്ടുണ്ട്. ആദിലേര അടുത്തോട്ടാണ് അനുമോള് പോകുന്നത് മാലയും കൊണ്ട് ചെല്ലുന്ന സമയത്ത് നമ്മളെ ലാലേട്ടൻ തിരിഞ്ഞങ്ങ് നടന്ന് പോണ്. അത് ബിഗ് ബോസ് തീരുമാനിക്കും, ഞാൻ പോവേണ്. പിന്നെ ആളെ കാണിക്കുന്നതിന് മുൻപ് മറ്റൊരാളെ കാണിക്കുന്ന ഗെയിം ബിഗ് ബോസിൽ സ്ഥിരമുള്ളതാണ്. അനുമോൾ ബാക്കിയുള്ളവരാരും ഇവിടെ കളിക്കാൻ വന്നാൽ നൂറ പുറത്തേക്ക് ഓടി എവിക്ഷൻ നടക്കുന്നിടത്ത് എത്തിയതും അനു ആ മാല ഇടാതിരിക്കുന്നതും മോഹൻലാലിനെ ചൊടിപ്പിച്ചു. എല്ലാ ഗെയിമും മത്സരാർത്ഥികൾ അങ്ങോട്ട് ഉള്ളിലോട്ടെടുക്കും. അതാണ് പ്രശ്നം. ബിഗ് ബോസ് തീരുമാനിച്ച് ഈ ആഴ്ച ഡബിൾ എവിക്ഷൻ ഇല്ല.
ഒരാളെ പുറത്താവുന്നുള്ളൂ. അത് നമുക്ക് മനസ്സിലായല്ലോ, ഒരാളെ പുറത്താവുള്ളൂ, ഡബിൾ എവിക്ഷൻ ഇല്ല. ഒന്നി അവളെ റെന ഫാത്തിമയെ ഔട്ടാക്കി. ഇത് എന്തുകൊണ്ടാണ് ഇല്ലാത്തത്? യവനെ ഔട്ടാക്കാൻ വയ്യ. അതുകൊണ്ട് നമ്മുടെ ലാലേട്ട ഇറങ്ങി പോവേണ്. അവിടെ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ചോദ്യങ്ങൾ വരും. യവനല്ലേ വോട്ട് കുറവ്, അങ്ങനെ ഇറക്കി വിടാനുള്ളതല്ലേ യവനെ, ഈ കുന്നംകുളം ആര്യത്തിന്. അപ്പം യവനെ ഇറക്കി വിടണേന് പകരം ലാലേട്ടൻ അതിനു മുമ്പ് അനുമോളിൽ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഇറങ്ങി പോവേണ്. എൻ്റെ പൊന്ന് ലാലൻ ലോലൻ ലാലേട്ടാ, ഇതൊന്നും പറയാതിരിക്കാൻ വയ്യ. നിങ്ങൾ എന്തിനാണ് ഈ പ്രോഗ്രാമിൽ വന്ന് വെറുതെ ഈ ശാപം ഏറ്റുവാങ്ങണ ഈ പെൺകുട്ടികളെ? സത്യം പറഞ്ഞാൽ ഈ അനുമോൾ അത്രയും വേദനിച്ചിട്ടുണ്ട് ഇതിനകത്ത് വന്നതിന് ശേഷം. ഈ ലാലേട്ടനെ കൊണ്ട് അനുമോളെ പറയാൻ പാടില്ലാത്തത് അത്ര ഈ ലാലേട്ടൻ വിളിച്ചിട്ടുണ്ട്. എന്തിനീ ഒരു പെൺകുട്ടിയെ ഇങ്ങനെ വിളിക്കണ്? അതെന്ത് തെറ്റാണ് ചെയ്തത് നിങ്ങളടുത്ത്? ഒന്നുമില്ലെങ്കിൽ നമ്മളെ ലാലേട്ടൻ ചോദിക്കും, അനുമോൾ ഇന്ന് ടോയ്ലറ്റിൽ പോയോ? അവിടെ എന്താണ് സംഭവിച്ചത്? പറയൂ അനുമോൾ, പറയൂ. വേറെ ഒന്നുമില്ലെങ്കിൽ ഇത് തന്നെ കണ്ടന്റ് ലാലേട്ടൻ്റെ. എന്തായാലും ഈ അനുമോളെ വെച്ചിട്ട് ഏഷ്യാനെറ്റ് നല്ലതുപോലെ ഉണ്ടാക്കി. 50 എപ്പിസോഡ് അനുമോളെ വെച്ചിട്ട് നല്ല കണ്ടന്റ് ഉണ്ടാക്കി. ഇനി അനുമോളെ ആവശ്യമില്ല. അനുമോളെ എങ്ങനെയെങ്കിലും ഔട്ടാക്കി അങ്ങെടുത്ത് കളയണം. ഇതിനു വേണ്ടിയാണ് ആ പാവത്തിന് അതിനകത്ത് ഇനി ഇട്ടിരിക്കുന്നത്. അല്ലാതെ അതിൽ നിന്ന് ഒരു തെറ്റും ചെയ്യുന്നില്ല. എല്ലാം അതിൻ്റെ രീതിക്ക് ചെയ്യുന്നുണ്ട്. എല്ലാ ജോലികളും അതിൻ്റെ മര്യാദയ്ക്ക് ചെയ്യുന്നുണ്ട്. വെറും പാവെന്ന് പറഞ്ഞാൽ വെറും പാവം ഒരു കുട്ടി. അതിനെ എന്തെല്ലാണ് പറയണത്? കരച്ചിൽ നാടകമൊന്നും അത് ഇവിടത്തെ കണക്ക് തന്നെ അത് അവിടെയും കാണിക്കണത്. കുന്നംകുളം ആര്യനെ എടുത്ത് കളയുമെന്ന് നിങ്ങൾ ഒന്നും കൊണ്ടും വിചാരിക്കേണ്ട. കുന്നംകുളം ആര്യനെ എടുത്ത് കളയൂല. ആര്യനെ എടുത്ത് കളയണമെന്നും പറഞ്ഞുകൊണ്ടാണ് നമ്മളെ ലാലേട്ട ഇറങ്ങിപ്പോയത്. അതിന് മുമ്പ് ഇറങ്ങിപ്പോയതാണ്. ഒരു കാരണം ഉണ്ടാക്കി അതിനകത്തുനിന്ന് അനുമോളെ അടുത്തുനിന്ന് ഇറങ്ങിപ്പോയതാണ്. അനുമോളെ മണ്ടയിലോട്ടൊരു കാരണം കെട്ടി വെച്ചിട്ട് ഇറങ്ങിപ്പോയതാണ്. അവനെ അങ്ങനെയൊന്നും എടുത്ത് കളയൂല. ഈ കുന്നംകുളം ആര്യനെ അവിടെ ഇട്ടേക്കും. എങ്കിലേ നമ്മുടെ ജിസയിൽ അമ്മാവിയായിട്ടുള്ള ഡിങ്കോൾപ്പിക്ക് ശരിയാവുകയുള്ളൂ. കുന്നംകുളം ഞണ്ട് ചാടും കണക്ക് ചാടി ചാടി നിൽക്കണം. അതിന് വേണ്ടിയാണ് ഇവനെ ഇട്ടേക്കണം. ഇവനെ അടുത്ത പ്രാവശ്യമെങ്കിലും ഏറ്റവും ലാസ്റ്റ് വോട്ട് ഇവനെ ആരും വോട്ട് ചെയ്യില്ല. ഇപ്പോഴും ബിഗ് ബോസിനകത്ത് നടക്കുന്നത് ഫുള്ള് കുൽസിതങ്ങളാണ്. അവിടെ പിടിച്ച് ഇവിടെ പിടിച്ച് എന്ന് പറഞ്ഞുള്ള കഥകളാണ്. അത് ലൈവിലൂടെ എല്ലാവരും കാണുന്നതുമാണ്. ഓരോ പെമ്പിള്ളേരെ മണ്ടയിൽ ചാടി കുന്നംകുളം കയറുന്നതും അതുപോലെ നെവിൻ്റെ രംഗങ്ങളും വെറും മോശമായിട്ടുള്ള പ്രകടനങ്ങളാണ് ഈ ബിഗ് ബോസിനകത്ത് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളെ ലാലേട്ടൻ അതൊക്കെ ഇവർക്കൊരു നാണക്കേടല്ലേ, ഏഷ്യാനെറ്റിന് നാണക്കേടല്ലേ. അങ്ങനെ ഇനി നമ്മൾ ആര്യനെ കളയുമെന്ന് നോക്കണ്ട. കുറച്ച് എപ്പിസോഡും കൂടെ, ഒരു 3-4 എപ്പിസോഡും കൂടെയൊക്കെ ഇങ്ങനെയൊക്കെ അങ്ങ് കുന്നംകുളം ആര്യനെ പെമ്പിള്ളേരെ മണ്ടേ കയറാനൊക്കെ അവിടെ ഇട്ടേക്കും. പോരെങ്കിൽ നമ്മളെ ഇസയിൽ അമ്മുമ്മ എല്ലാം ഒട്ടിച്ച് വെച്ച് കൊണ്ട് നടക്കണം. ജിസയിൽ അമ്മുമ്മ എന്തെല്ലാമാണ് അതിനകത്ത് കാണിച്ച് കൂട്ടണേന്നൊന്നും പറയാതിരിക്കണേണ് നല്ലത്. ഗസ്റ്റായിട്ട് വന്ന് ഷിയാസും ഒക്കെ വന്നിട്ട് ഭയങ്കര പോസ് കാണിച്ചും കൊണ്ട് നമ്മളെ പ്ലാച്ചി എടുത്ത് എറിയുന്ന നമ്മളെ അനുമോളെ പ്ലാച്ചിയൊക്കെ കൊടുത്തു കേട്ടാ. അങ്ങനെ ലാലേട്ടൻ വേറെ ഒന്നുമില്ലെങ്കിലും പ്ലാച്ചി എടുത്ത് അപ്പുറത്തുനിന്ന് ഇപ്പുറത്തോട്ട് എറിഞ്ഞ് അത് മര്യാദയ്ക്ക് കൊടുത്തൂടെ? അത് ആരെങ്കിലും കൊണ്ട് ഒന്നെങ്കിലും മര്യാദയ്ക്ക് ആ പെൺകുട്ടിയുടെ കയ്യിൽ കൊടുത്തൂടെ? അതിന് അവിടെ നിന്നോണ്ട് ഇങ്ങോട്ട് എറിയണില്ല. മര്യാദയ്ക്ക് ആ പാവ അനുമോൾക്കങ്ങ് കൊടുക്കാറുണ്ട്. അതിൻ്റെ മണ്ടയിൽ നിന്ന് എടുത്ത് എറിഞ്ഞ് ഇപ്പുറത്തോട്ട് എറിഞ്ഞ് ഇങ്ങനെയൊക്കെയാണ് കൊടുക്കാനുള്ളത്.